ശാപം എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ശാപം? ജീവിതത്തിൽ ഇതുവരെ കണ്ട ആളുകളുടെ ഫേസ് ഓർമ്മയുണ്ടോ? ഇല്ല. എല്ലാവരുടെയും ഓർമ്മയില്ല. സ്മെല്ല് ഓർമ്മയുണ്ടോ? ഇല്ല. ഇതെല്ലാം ഓർമ്മയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഓർക്കാൻ പറ്റാത്തത്? ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? ശരിയല്ലേ? അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കി. ഇല്ല, പറ്റില്ല. എന്തുകൊണ്ട് പറ്റാത്തത്? അല്ല, ഒന്നാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറിന്റെ ഫേസ് ഓർമ്മയുണ്ടോ? ഇല്ല. ഇതെന്തുകൊണ്ട് ഓർക്കാൻ പറ്റാത്തത്? അപ്പോഴാണ് പലപ്പോഴും ഉറക്കത്തിൽ കിടന്ന് നമ്മൾ പല കാര്യങ്ങളും കാണുന്നില്ലേ? ഇതെല്ലാം ഒരു അപ്പം നമ്മൾ സബ് കോൺഷ്യസിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഡേറ്റ പിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ PLR എന്നൊക്കെ പറയുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അബോധ മനസ്സിൽ നമുക്ക് എങ്ങനെ പിന്നെ നമ്മുടെ ഓർമ്മകൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ കണക്ട് ആയി വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള. റോജൻ മഹാവീർ ബാബാജിയുടെ ഫോളോവർ ആണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ആ ഒരു എനർജി പ്രസൻസ് നമ്മൾ കണ്ടുപിടിച്ച് നമുക്കൊരാളെ ഹീൽ ചെയ്ത് നമുക്കത് മാറ്റാൻ പറ്റും. പക്ഷേ ഇതിൽ എനിക്ക് എടുത്ത് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം നമ്മുടെ സമൂഹം, അതായത് കേരളത്തിൽ ഉള്ള ഒരു എന്താ പറയുക ബിലീഫ് സിസ്റ്റം അനുസരിച്ച് നമുക്ക് പല എൻറ്റിറ്റീസും ഉണ്ട്. സ്പിരിറ്റ് എൻറ്റിറ്റീസും ഉണ്ട്. അതായത് ഇപ്പം യക്ഷികളുണ്ട്, മരുത ഉണ്ട്, അങ്ങനെ പല ഇതുമുണ്ട്, ഒടിയൻ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അതും ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു എനർജിയായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പം പൊസഷൻ സ്റ്റേജിലേക്ക് പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, അതായത് ആത്മാവ് കയറിയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതൊക്കെ നമ്മുടെ ഈ റോജിൻ്റെ വഴി കൂടെ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്? എപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇപ്പോൾ ഞാനാണെങ്കിലും മറ്റുള്ള ഏതൊരു ആളുകളാണെങ്കിലും ഹീലിംഗ് സമയത്ത് നമ്മളല്ല അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളോ ഒന്നും കൺട്രോൾ ചെയ്യുന്നത് ഞാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. അത് മറ്റൊരു എനർജിയാണ്. മറ്റൊരു എനർജി കൃത്യമായി നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. ഇപ്പം എൻ്റെ മുന്നിൽ വരുന്ന ആളുകൾ ഞാൻ ഒരിക്കലും പ്രൊമോഷൻ ചെയ്യാറില്ല. എൻ്റെ അടുത്തോട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതിനെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും എത്ര സമയം ചിലവഴിച്ചിട്ടാണെങ്കിലും ഞാൻ എൻ്റെ കൂടെ നിൽക്കും. കാരണം പല ഇഷ്യൂസും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ഇഷ്യൂസും സൈക്കിക് ഇഷ്യൂസാണ്. അതിന് ഈ പറയുന്ന എനർജിയുമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പോൾ പറയുന്നില്ല, ഒരു സിനിമ കണ്ടു അതിനകത്ത് ക്യാരക്ടർ ചിലപ്പോൾ ഉള്ളിലോട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഈ ക്യാരക്ടറിന് പിന്നെ പല രൂപത്തിലും ഹാലൂസിനേഷൻ എന്താ, ഇപ്പോൾ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് നമുക്ക് പല ടൈപ്പ് ഓഫ് ഹാലൂസിനേഷൻ കൊടുക്കാം. അപ്പം നമുക്കില്ലാത്ത രൂപത്തെ കാണിക്കാം, മരിച്ചുപോയ ആളുകൾ കാണിക്കാം. ഇത് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ല, നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു രൂപത്തെ കാണാനുള്ള കഴിവ് നമ്മുടെ ബ്രെയിൻ ഉണ്ടെന്ന് എൻ്റെ അർത്ഥം. നമ്മൾ വിചാരിച്ചാൽ ഇല്ലാത്തൊരു ശബ്ദത്തെ കേൾക്കാനുള്ള ഒരു സാധനം നമ്മുടെ ബ്രെയിൻ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ബ്രെയിൻ പലപ്പോഴും ഒരു ചതിയനായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന എന്താ പറയുക, നേരത്തെ പറഞ്ഞില്ലേ, പലപ്പോഴും സൈക്കിക് ഇഷ്യൂലോട്ട് കൺവേർട്ട് ആവും. ഇനി ഇത്തരത്തിലുള്ള ഈ പൊസഷൻ കേസുകളൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ സമയത്ത് നമ്മൾ പല ടൈപ്പ് ഓഫ് എനർജീസ് ഇവരുടെ ബോഡിയിലോട്ട് നമ്മൾ പാസ് ചെയ്യും. ഈ പാസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അത് പൊസഷൻ കേസാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ സ്മെല്ല് വെച്ചിട്ടാവാം, ഇവരുടെ ബോഡി മൂവ്മെൻറ്റ് വെച്ചിട്ടാകാം, ചിലപ്പോൾ ഇവരുടെ ടോൺ വെച്ചിട്ടാവാം. ഇതൊന്നുമല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നൊരു എനർജി ഉണ്ട്. ഈ എനർജി ബ്ലോക്കിംഗ് എനർജിയാണ്. ഇത് അതായത് നമ്മൾ അവിടുന്ന് അവരുടെ ബോഡിയിലിട്ട് ഒരു കാരണവശാലും പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ അനുവദിക്കില്ല ആ എനർജി. അത് എന്തുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മറ്റൊരു കാര്യമായിരിക്കും മനസ്സിലാവുന്നത്. എന്തെങ്കിലും കർമ്മ അടിച്ചെടുക്കുന്നുണ്ടോ? കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ ചതിക്കുകയോ പറ്റിക്കുകയോ, അത് ചിലപ്പോൾ ഒരാളുടെ മരണത്തിന് ഇടയാക്കുകയോ അല്ലെങ്കിൽ അത് ഒരു പക്ഷേ ജീവിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു ജീവിനെ പോലും ഒരു പക്ഷേ കൊല്ലുന്നതായിരിക്കാം, കൊന്നു കളഞ്ഞതായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ അത്തരത്തിലുള്ള തീവ്രമായ ഒരു വികാരം, ആ ഒരു വികാരം പലപ്പോഴും ഈ പൊസഷൻ കേസുകൾ എന്ന് പറയുന്നത് ഭൂതം പ്രേതം മാത്രമല്ല, അതൊരു എനർജി സോഴ്സാണ്. ദൈവ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റൊരു സാധനത്തിനെ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ശാപം എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ശാപം? അതായത് ദൈവ് എന്നെ ഉപദ്രവിക്കുന്നു, എനിക്ക് അമിതമായി സങ്കടവും വിഷമവും വരുന്നു, ഞാൻ പറയാം എന്നെ വേദനിപ്പിച്ച് എന്നെ സങ്കടപ്പെടുത്തി നീ നശിച്ചു പോട്ടെ എന്നെൻ്റെ ഒരു ഒറ്റ വാക്ക്, ഈ വാക്കുകൾ എപ്പോഴും എനർജിയായിട്ട് കൺവേർട്ടാവും. ഈ എനർജിയാണ് എൻ്റെ ബോഡിയിൽ നിന്ന് ബുഷാവുന്നത്. അതായത് ഈ എനർജി ബുഷായി ദേവിൻ്റെ ഓറേനെ ഇത് ബാധിക്കും. ദേവിലോട്ട് വരാനുള്ള പോസിറ്റീവായുള്ള കാര്യങ്ങൾ എത്ര ദൂരം അങ്ങനെയാണല്ലോ ശാപം പലപ്പോഴും ഫലിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നിലുള്ളത് ദൈവികമായ എനർജിയാണ്, ദേവിലുള്ളതും ദൈവികമായ എനർജിയാണ്. ശരിയാണല്ലോ? നമ്മൾ രണ്ടുപേരും വന്നിരിക്കുന്ന സോഴ്സ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ ദേവിനെ എന്നെ ഉപദ്രവിക്കാനോ എനിക്ക് ദേവിനെ ഉപദ്രവിക്കാനോ പെർമിഷൻ ഇല്ല. അങ്ങനെ ദേവ് എന്നെ ഉപദ്രവിച്ചാൽ എനിക്ക് ദേവിനെ ശപിക്കാനും ആ ശാപം ദേവിൻ്റെ കർമ്മയിൽ ഈ പറഞ്ഞ ഓറയിൽ വർക്കൗട്ട് ആവാനും സാധ്യത വളരെ കൂടുതലാണ്. തിരിച്ചും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് അമ്പലങ്ങളിലോ പള്ളികളിലോ ഒന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ തെറ്റ് ചെയ്ത് ദേവിൻ്റെ അടുത്താണ്. ഞാൻ ദേവിൻ്റെ അടുത്ത് തന്നെ വന്ന് ആ കാർമിക് സർക്കിൾ ഞാൻ പൊട്ടിക്കണം. പൊട്ടിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ ഇനി എന്താണ് കാർമിക് സർക്കിൾ? ഇപ്പോൾ എൻ്റെ കാർമിക് സർക്കിൾ റോജിന് പൊട്ടിച്ചേരാൻ പറ്റും? അതാണ് ഞാൻ പറയുന്നത്. അത് രണ്ട് രീതിയിൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റും കാർമിക് സർക്കിൾ. ഒന്ന്,
എന്താണ് കാർമിക് സർക്കിൾ എന്ന് ഒരു പക്ഷേ എനിക്ക് കണ്ടെത്താൻ പറ്റില്ല. അത് കണ്ടെത്താൻ പറ്റുന്നത് ദൈവനായിരിക്കും. ഒരു ഉദാഹരണം ദൈവം എന്നായിരിക്കാം. എങ്ങനെയാണ് ദേവിന്റെ കാർമിക് സർക്കിൾ നമ്മൾ പിക്ക് ചെയ്യുന്നത്? ദേവിന് പോലും അറിയാൻ പാടില്ല ദൈവം എന്താ ചെയ്തതെന്ന്. അതായത് ദേവിന് എത്ര ആലോചിച്ചിട്ടും ദേവിന് മനസ്സിലാവുന്നില്ല ഞാനിത് അനുഭവിക്കുന്നു, ഞാൻ എന്തുകൊണ്ടാണ് പ്രശ്നം സംഭവിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഡേറ്റ പിക്ക് ചെയ്യാൻ പറ്റും. പലർക്കും തെറ്റാണെന്ന് അറിയാതാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ, അതാണ് പ്രശ്നം. നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ആ സമയത്ത് ഇമോഷൻസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം കൊണ്ട് വൈരാഗ്യം കൊണ്ടേക്ക് ഒരു പക്ഷേ നമ്മൾ ആ സാധനം ചെയ്തു ചിലപ്പോൾ ഒന്നും കാണില്ല. പക്ഷെ ആ വ്യക്തിക്ക് വന്നിരിക്കുന്ന സാധനം ഭീകരമായിരിക്കും. അപ്പം നമുക്ക് ഈ കാർമിക് സർക്കിൾ എവിടെയാണ് കിടക്കുന്നത്? അതായത് കാർമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകളും ഈ എന്താ പറയുക വൃത്തികെട്ട കാര്യങ്ങൾ എവിടെയാണ് കിടക്കുന്നത് പറഞ്ഞാൽ ഇതെല്ലാം സേവ് വെച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ 2ാമത്തെ ആഴ്ച മുതൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ 2ാമത്തെ ആഴ്ച മുതൽ ഈ ഇരിക്കുന്ന സമയം വരെയുള്ള മുഴുവൻ ഡേറ്റയും നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് സേവാണ്. അത് സേവ് ആയിട്ട് ഇരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്താണ്. ഇപ്പം നമ്മളിരിക്കുന്നത് കോൺഷ്യസിലാണ്. അതായത് ആ 2 ആഴ്ച മുതലുള്ള ഓരോ മാസവും അമ്മയ്ക്ക് എന്ത് ഇമോഷൻസ് ഉണ്ട്, അമ്മയുടെ അടുത്താണ് ആരാണ് നിൽക്കുന്നത്, ശബ്ദങ്ങൾ, രുചികൾ തുടങ്ങി ഇതുവരെ ദൈവം കണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും സ്മെല്ല് വരെ ബ്രെയിനിൽ സേവ്ഡാണ്. ഓക്കെ, അതായത് 95%. അപ്പോൾ തന്നെ ആലോചിക്കണം എത്ര മാത്രം മെമ്മറി ആയിരിക്കുന്നു ബ്രെയിൻ്റെ അകത്ത്. ഈ ബ്രെയിൻ്റെ അകത്ത് നിന്ന് ഈ സാധനത്തിനെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. ഇതൊരു സൈക്കോളജിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് കൂടിയ എനർജി പാസ് ചെയ്യണം. അതായത് കോൺഷ്യസിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മുടെ ബ്രെയിനെ നമ്മൾ നിർബന്ധപൂർവ്വം ട്രാവൽ ചെയ്യിപ്പിക്കണം. അതായത് ഞാൻ കുറച്ചുകൂടെ സാധാരണക്കാരിലേക്ക് എത്താനായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. കാരണം ഇതിനകത്തിൽ ഒരുപാട് മുതലെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുത്തു ചോദിക്കുക. കോൺഷ്യസിലേക്ക് നിന്ന് സബ് കോൺഷ്യസിലേക്ക് പോകുന്ന പറഞ്ഞാൽ എന്ത് ഉദ്ദേശം പ്രോസസ്സ്? നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് കോൺഷ്യസാണ്. നമ്മളിപ്പോൾ വിജിലൻ്റാണ്, അലർട്ടായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കുറേ ഡേറ്റകളുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കാം, ദേവിൻ്റെ 1 വയസ്സിലുള്ള കാര്യങ്ങൾ ദൈവന് ഓർമ്മയുണ്ടോ? ഇല്ല. 2 വയസ്സിൽ? ഇല്ല. 3 വയസ്സിൽ? എത്രാം വയസ്സ് തൊട്ട് ഓർമ്മ? 10 വയസ്സൊക്കെ. ദൈവന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ട ആളുടെ ഫേസ് ഓർമ്മയുണ്ടോ? ഇല്ല. എല്ലാവരുടെയും ഓർമ്മയില്ല. സ്മെല്ല് ഓർമ്മയുണ്ടോ? ഇല്ല. ഇതെല്ലാം ഓർമ്മയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഓർക്കാൻ പറ്റാത്തത്? ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? ശരിയല്ലേ? അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കി. ഇല്ല, പറ്റില്ല. എന്തുകൊണ്ട് പറ്റാത്തത്? അല്ല, 1ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറിന്റെ ഫേസ് ഓർമ്മയുണ്ടോ? ഇല്ല. ഇതെന്തുകൊണ്ട് ഓർക്കാൻ പറ്റാത്തത്? ദൈവം ഒരു കാര്യം മനസ്സിലാക്കിയോ, നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ കാഴ്ചകളും, എല്ലാ മുഖങ്ങളും, എല്ലാ സ്മെല്ലുകളും നമ്മുടെ ബ്രെയിനിൽ സേവാണ്. അതാണ് ഞാൻ പറയുന്നത്. ഈ കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോൾ ഈ ഞാനിരിക്കുന്ന മൈൻഡിൽ എനിക്കിതൊന്നും ഓർക്കാൻ പറ്റില്ല. കോൺഷ്യസിൽ നിന്ന് സബ് കോൺഷ്യസിലോട്ട് പോകുന്നൊരു ട്രാവൽ ഉണ്ട്. അതിനാണ് നമ്മൾ ഒരു പക്ഷേ ട്രാൻസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ ആ ഡേറ്റകൾ നമ്മൾ പിക്ക് ചെയ്യും. ഈ സമയത്ത് ഒരു പക്ഷേ നമ്മളൊരു അബോധ അവസ്ഥയിലൂടെ നമ്മൾ പോകും. അപ്പോഴാണ് പലപ്പോഴും ഈ ഉറക്കത്തിൽ കിടന്ന് നമ്മൾ പല കാര്യങ്ങളും കാണുന്നില്ലേ. ഇതെല്ലാം അപ്പം നമ്മൾ സബ് കോൺഷ്യസിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഡേറ്റ പിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ PLR എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് ഉണ്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിലൂടെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ ഡേറ്റ ഓപ്പൺ ചെയ്യാം. അതായത് ദേവ് ജനനം മുതൽ 2 ആഴ്ച മുതൽ ഇതുവരെ ഉള്ള മുഴുവൻ നോക്കിയിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒത്തിരി ചെയ്യുന്നുണ്ട് നമ്മളത്. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് ഈ കാര്യം. നമുക്ക് ഞാൻ ഇതിനെപ്പറ്റി ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, ബ്രയൻ വൈസിന്റെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്. അപ്പോൾ അത് അതോട്ട് എനിക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അബോധ മനസ്സിൽ നമുക്ക് എങ്ങനെ പിന്നെ നമ്മുടെ ഓർമ്മകൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഈ കാർമിക് സർക്കിൾ, ഈ കാർമിക് സർക്കിളിൽ നമ്മളിപ്പോൾ ഞാൻ കൊടുക്കുന്നത് പലപ്പോഴും മെഡിറ്റേഷനാണ്. ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. മെഡിറ്റേഷൻ എനർജി ഉപയോഗിച്ച് സ്വന്തമായിട്ട് അവരെയും കൊണ്ട് തന്നെ മെഡിറ്റേഷൻ എനർജി ഉപയോഗിച്ചിട്ട് അവരുടെ ബ്രെയിനിലോട്ട് അവർ പാസ് ചെയ്തിട്ട് ലാസ്റ്റ് മെഡിറ്റേഷൻ സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയതിന് ശേഷം അവരും കൊണ്ട് തന്നെ അവരുടെ കാർമിക് എന്താണോ എവിടെയാണോ അവർ ലോക്കായി കിടക്കുന്നത്. അതായത് എപ്പോഴും മെഡിറ്റേഷനിൽ ഇവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഓരോ മെമ്മറിയിലും ചെറുപ്പം മുതൽ തൊട്ട് ഇതുവരെയുള്ള എല്ലാ മെമ്മറികളും സഞ്ചരിച്ചിരിക്കുമ്പോൾ ഇവർ എവിടെയെങ്കിലും പോയിട്ട് ലോക്കാവും. ഈ ലോക്കാവുന്ന സാധനം എന്താണെന്ന് എടുക്കുമ്പോഴേക്കും അതായിരിക്കും കാർമിക് സാധനം. അപ്പോൾ മനസ്സിലാവും ഞാൻ ആളെ വേദനിപ്പിച്ചിട്ടുണ്ടോ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ. ഈ ഡേറ്റകൾ മുഴുവൻ ആദ്യം അവരെ കൊണ്ട് പിക്ക് ചെയ്യിപ്പിക്കും. ഇത് കുറേ നാളത്തെ പ്രോസസ്സാണ്. സെൽഫ് ഹീലിംഗിൻ്റെ ഒരു ഭാഗമാണ്. അതെ, ഈ സെൽഫ് ഹീലിംഗ് ആണ്. ഇത് എൻ്റെ അടുത്തൊന്നും പറയും പോലും വേണ്ട, ഞാൻ ഇന്ന തെറ്റ് ചെയ്തൊന്നും പറയുന്നും വേണ്ട. അങ്ങനെ ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം പിന്നീടാണ് ഓറ ഗ്ലെൻസിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെയാണ് മറ്റേ വ്യത്യാസം വരുന്നത്. ഈ പറഞ്ഞ പോലെ കപട ജ്യോത്സ്യം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഈ കള്ളത്തരം കാണിക്കുന്ന ജ്യോത്സ്യന്മാർ മാത്രമല്ല, ആത്മീയ കാണിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അവർ നമ്മളിൽ നിന്ന് ചോദിച്ചറിയുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അവർ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ച് കണ്ടുപിടിച്ച് തരുന്ന ആൻസേഴ്സ് വെച്ച് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാണ്, അല്ലേ? അതല്ലേ എൻ്റെ പ്രോസസ്സിൽ എൻ്റെ അടുത്ത് ദൈവം സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എനിക്ക് പണം പോലും തരേണ്ട ആവശ്യമില്ല. ഇത് ദൈവ് ഒരു പക്ഷേ എന്നിലോട്ട് എത്തേണ്ടത് അത് എൻ്റെ ഉത്തരവാദിത്തമായിട്ടും ആയിരിക്കും ഞാനത് ചെയ്യണ കാര്യം. മറ്റൊരു കാര്യം,